ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. അതെ അതെ, നല്ല കണക്കൂട്ടലാണ്. കാരണം 10 വർഷം കൊണ്ട് ചെയ്ത കൊള്ളരുതായ്മയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയും പുള്ളി തന്നെ വന്നാലേ നടക്കത്തുള്ളൂ. എന്നാലും ചിന്താഗതി നല്ലതാണ്, നോക്കാം. ജനാധിപത്യം ഇടതുപക്ഷം തോറ്റു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനാധിപത്യം തോറ്റു, മതാധിപത്യം ജയിച്ചു. അതെ അതെ, അതും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിണറായി സർക്കാരും കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാരാണ് പിണറായിയുടെ LDF സർക്കാർ. അപ്പം താങ്കൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കും അവസാന കാലഘട്ടമായപ്പം അയ്യപ്പ ഭക്തി കൂടിയതും അതുപോലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞതും അയ്യപ്പ സംഗമം നടത്തിയതും ഒക്കെ ചെയ്തത് അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നെ ഇതെല്ലാം വരട്ടെ, ഭരണം കാണുമ്പോൾ അറിയില്ല. നമുക്ക് സതീശനാകണമെന്ന് മുസ്ലിം കാര്യത്തിൽ പറയാൻ അവർക്ക് പറയാൻ കൊള്ളാമോ? എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ കൊള്ളാത്തത്? കാരണം UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും അവകാശമുണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അതിൽ നിങ്ങൾക്ക് എന്താ മോശം സാറേ? നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടുന്ന എന്തിനാ? അവർ തീരുമാനിക്കട്ടെന്നേ. ഏതായാലും 4-ാം തീയതിയിലെ റിസൾട്ടോടെ കഴിയുമ്പോൾ ചിലപ്പോൾ അടിയുണ്ടാവും, കോൺഗ്രസ്സിൽ പൂരെ അടിയുണ്ടാവും. മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരിൽ മാത്രം മുഖ്യമന്ത്രി സ്ഥാനവും കാണിച്ച് നടക്കുന്നതല്ലല്ലോ ജനാധിപത്യം. അപ്പോൾ തീർച്ചയായിട്ടും ജയിച്ചു വരുന്നവർക്കൊക്കെ മുഖ്യമന്ത്രി ആകാനുള്ള എന്താ പറയുന്നത് അവകാശമുണ്ട്, അല്ലെങ്കിൽ കഴിവുണ്ട്. അതുകൊണ്ടാണ് അവരടി വെക്കട്ടെ. നിങ്ങൾക്കെന്താ, താങ്കൾക്കെന്താ പ്രശ്നം? പിന്നെ കോൺഗ്രസിനകത്തിന് 3 പേര് ഭയങ്കര പിടിവലിയാണ്. ഓരോരുത്തർ ഹോമം നടത്തുന്നു, തുലാഭാരം നടത്തുന്നു, വഴിപാട് നടത്തുന്നു, അഭിഷേകം നടത്തുന്നു. എന്തൊരു അഭ്യാസങ്ങളാണ്. ഫ്ലക്സ് വയ്ക്കുന്നു. ഇതൊക്കെ ഭരണത്തിൽ വന്നാൽ എന്തായാലും ശരി ഇടിയുടെ പടയനെയായിരിക്കരുത്. കണ്ടോണം, ഈ കുറ്റം പറയുന്ന ആൾ തന്നെ കോൺഗ്രസിൻ്റെയിലോട്ട് ഭരണം കിട്ടിക്കഴിയുമ്പോൾ മറുകണ്ഠം ചാടി അപ്പുറമുള്ളവരെ സപ്പോർട്ടും ചെയ്ത് എങ്ങനെയും പിടിച്ച് നിൽക്കാൻ തോന്നും. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഹൈക്കോടതി പോലും SNDPയുടെ നേതൃസ്ഥാനത്തു നിന്നുള്ള പവറൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചേക്കുക. അപ്പോൾ ഇനി അടുത്ത് വരുന്ന സർക്കാരിനെതിരെ എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ കാര്യം പോക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. ഈ പുള്ളിയൊക്കെ ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്നും കാണിക്കുന്നതെന്ന്.